ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ മലയാളത്തിലെ ഫസ്റ്റ് എവർ വീഡിയോ സീരീസ് ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, എക്സ്ക്ലൂസീവ്ലി ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന രീതിയിൽ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും, അക്കാദമിക്, പ്രൊഫഷണൽ, കരിയർ, ഇന്റർവ്യൂ, പ്ലേസ്മെന്റ്, ഇന്റേൺഷിപ്പ്, എല്ലാവിധ സപ്പോർട്ടും ഒരു കുടക്കീഴിൽ നൽകുന്ന കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളുടേത്. സോ ഡു ജോയിൻ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഈ 4 വർഷം പഠിച്ചിറങ്ങി കഴിയുമ്പോൾ, ഇൻ കേസ് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ കാണുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ, ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ നിങ്ങൾക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്ന രീതിയിൽ, ഒരു ജോലി ലഭിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സ്കിൽസും അക്വയർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വീഡിയോകളും സപ്പോർട്ടും സിസ്റ്റങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ബിഗ് ടുഗദർ. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 10 സ്കില്ലുകളെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ വീഡിയോ ആണ്. ഒരിക്കലും സമയം നഷ്ടപ്പെടില്ല. ഇത് കണ്ടാൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ജോലി ഉറപ്പാക്കാനും കഴിയുന്ന സ്കില്ലുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഡീറ്റെയിൽഡ് വീഡിയോ വരും. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളിലെ വീഡിയോകൾ വരും. സോ ഇപ്പോൾ തന്നെ മറക്കണ്ട, ഞങ്ങളോടൊപ്പം തുടരുക. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും ഫസ്റ്റ് അവർ വീഡിയോ സീരീസിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് യു നീഡ് ടു റിക്വയർ ഫോർ ദി എൻറ്റയർ ബിടെക് ലൈഫ്? ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ പരമാവധി ഷെയർ ചെയ്യാൻ മടിക്കണ്ട. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ. അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ എത്താൻ പോകുന്ന ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്കാണ്. അതായത് നിങ്ങൾ സിവിൽ പഠിച്ചാലും മെക്കാനിക്കൽ പഠിച്ചാലും നിങ്ങളെ കാത്തിരിക്കുന്നത് MNC കമ്പനികളാണ്. നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ വലിയ മാർക്കറ്റുകളാണ്. നിങ്ങൾ ഇനി ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത് ആ രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഹയർ സ്റ്റഡീസിൽ പോകുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റിലേക്ക് പോകുമ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബിടെക് പോലുള്ള ഒരു കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. ഗ്രാമർ തെറ്റാതെ പറയണമെന്നോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ പറ്റണമെന്നൊന്നുമല്ല. കറക്റ്റ് കാര്യം മനസ്സിലാകുന്ന കാര്യത്തിൽ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു നോളജ് അക്വയർ ചെയ്യാൻ പറ്റണം, ഒരു എബിലിറ്റി ഉണ്ടാവണം. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പരമാവധി എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചുകൂടി നിങ്ങൾക്ക് എബിലിറ്റി കൂട്ടിയെടുക്കാം. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് എല്ലാം ഇംഗ്ലീഷിലാണല്ലോ, അതൊന്ന് സ്പീക്ക് കൂടി ചെയ്ത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ മതിയാകും. ഞാനൊക്കെ മലയാളം മീഡിയം പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ CETയിലെ 4 വർഷത്തെ ബിടെക് ലൈഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ കൂടുതൽ അടുക്കാൻ സഹായിച്ചു. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കി. അതിനുശേഷം ഒരു MNC കമ്പനിയിൽ ജോലി കിട്ടിയപ്പോഴും അതെന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വാസ്തവം. രണ്ടാമത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ നിങ്ങൾ കളിച്ച് നടന്ന് 4ാമത്തെ വർഷം ഈ റെസ്യൂമെ ബിൽഡിങ്ങിലും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഇന്റർവ്യൂകളിലൊക്കെ പോകുമ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പല ജോബുകളും ആദ്യ ഇന്റർവ്യൂവിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കിട്ടുവാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇതെങ്ങനെ വളർത്തിയെടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ ചെറിയ ചെറിയ ഈവന്റ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുക. ഒരുപാട് ക്ലബ്ബുകൾ നിങ്ങൾ പഠിക്കുന്ന കോളേജുകൾ ഉണ്ടാവും, അതിന്റെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. NSS, IEDC, IEEE പോലുള്ള ചെറിയ ക്ലബ്ബുകളുണ്ട്. അതിന്റെ ഒരു വൻ പവർ അല്ലെങ്കിൽ മെയിൻ ആയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് ചെറിയ ചെറിയ ഈവന്റുകൾ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലീഡർഷിപ്പ് ക്വാളിറ്റി അതിലൂടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇതിനൊന്നും പറ്റിയില്ല എങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റോ നിങ്ങളൊരു സെമിനാറോ നിങ്ങളൊരു വെബിനാറോ ചെയ്യുമ്പോൾ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി പതിയെ പതിയെ ഇംപ്രൂവ് ആകും. ഇതെല്ലാം ഞാൻ പറയുന്ന ചെറിയ ടിപ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ലൈഫിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EC, EEE, അതുപോലെ തന്നെ CS, മെഷീൻ ലേണിംഗ് അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള, നിങ്ങൾ ഇനി പോട്ടെ ഏത് ബ്രാഞ്ച് പഠിച്ചാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് കോഡിംഗ് എന്ന് പറയുന്നത്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രോ കോഡറൊന്നും ആവണ്ട, പക്ഷേ നിങ്ങൾക്ക് ജാവ അല്ലെങ്കിൽ പൈത്തൺ, അതും അല്ലെങ്കിൽ C+, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ചില കമ്പ്യൂട്ടർ ലാംഗ്വേജസിന്റെ കോഡിങ് നിങ്ങൾക്ക് ബേസിക്സ് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി തന്നെ പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കയ്യിലൊരു ലാപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് CET പോലുള്ള ക്യാമ്പസുകളിൽ മാത്രമല്ല, നിങ്ങൾ ഏത് പ്രൈവറ്റ് കോളേജിൽ പഠിച്ചാൽ പോലും പഠിച്ചിറങ്ങിയതിന് ശേഷം കോഡിങ്ങിന്റെ ബേസിക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ബേസ്ഡ് ജോബുകൾ കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ അത്തരം ഇന്റർവ്യൂകളിൽ പോയി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ സിവിൽ പഠിക്കുന്ന ആളായിക്കോട്ടെ, വേറെ ഏത് ബ്രാഞ്ച് എടുക്കുന്ന ആളായിക്കോട്ടെ, കോഡിങ് അറിഞ്ഞു എന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. നിങ്ങളുടെ ആ ഒരു റെസ്യൂമെയും നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ജേണിയും അത് ബൂസ്റ്റ് ചെയ്യുകയേ ഉള്ളൂ എന്ന് 100% ഉറപ്പിക്കുക.
ഇനി മറ്റൊന്ന്, പ്രത്യേകിച്ച് CS പോലുള്ള വിഷയങ്ങൾ പഠിക്കുന്നവരോടാണ്. നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാരണം പഠിച്ചു പോകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ് ചെയ്യുന്ന ഒന്നാണ് മെഷീൻ ലേണിംഗ്. നമ്മുടെ അക്കാദമിക്സിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഡെപ്ത് ആയിട്ട്, ഡീപ്പായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആരും പഠിക്കാൻ പോവാറില്ല. പക്ഷേ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിച്ച് ഗൂഗിളിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയർ കമ്പനികളുടെയോ ഒരു ഇന്റേൺഷിപ്പോ ആ രീതിയിൽ ചെയ്യുകയാണ് എങ്കിൽ 100% പക്ക പ്ലേസ്മെന്റ് ഉറപ്പാണ് ഗൈസ്. സോ മെഷീൻ ലേണിംഗ് അത്തരം ബ്രാഞ്ചുകാരെ ഒന്ന് ഫോക്കസ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ പറയുന്നത് ഇന്റേൺഷിപ്പാണ്. നിങ്ങൾ ബിടെക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വളരെ പ്രാധാന്യത്തോടു കൂടി നേരിടേണ്ട ഒന്നാണ് ഇന്റേൺഷിപ്പ്. ഏതെങ്കിലും ഒരു ചെറുകിട കമ്പനികളിൽ പോയി ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ചെയ്യേണ്ട ഒന്നല്ല ഇന്റേൺഷിപ്പ്. ഇനി അങ്ങോട്ടുള്ള ജോബ് പ്രൊഫൈൽസിനും നിങ്ങളുടേതായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനും ഇന്റേൺഷിപ്പ് നിങ്ങൾ എവിടെ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരുടെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് 3rd ഇയറോ 2nd ഇയർ ലാസ്റ്റ് ആയവരൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവും. ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിൽ പോലും മനസ്സിലാക്കുക നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് കൃത്യമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ട് ഒരു പക്ക കമ്പനി അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഡീസൻ്റ് ആയിട്ടുള്ള കമ്പനികളിൽ തന്നെ നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. KTU ഇപ്പോൾ പ്രത്യേകം സമയം തരുന്നുണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക തന്നെ വേണം. മറ്റൊന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സ്കിൽ നോളജാണ്. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം? നിങ്ങൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ ആയിരിക്കും ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സെമസ്റ്റർകാരുണ്ട്. അപ്പോൾ അവരെല്ലാം നിങ്ങളുടെ ബ്രാഞ്ചിന് ആവശ്യമായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ സിവിൽ എടുത്തു കഴിഞ്ഞാൽ AutoCAD ഉണ്ട്, 3ds Max ഉണ്ട്, Revit ഉണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, ഫ്ലട്ടർ പോലുള്ള. അതുപോലെ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഏതുകളാണെന്ന് തിരിച്ചറിയുകയും അതിൽ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടെത്തുകയും അറ്റ്ലീസ്റ്റ് 1-2 സോഫ്റ്റ്വെയറുകളിൽ ഒരു സ്കില്ല് അക്യൂർ ചെയ്യുക. അതിൻ്റെ ബേസിക് മാത്രമല്ല, ജസ്റ്റ് അത് എങ്ങനെ ഉപയോഗിക്കണം, അത് വെച്ചുള്ള ആപ്ലിക്കേഷൻസ് എന്താണ്, അതിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങൾ പഠിച്ച ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ നോളജ് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ബിടെക് റിലേറ്റഡ് കരിയറിലേക്കാണ് പോകുന്നതെങ്കിൽ 100% നിങ്ങളെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പ്രോജക്റ്റാണ്. പ്രോജക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ പ്രോജക്റ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇതിനിടയിൽ നിങ്ങളുടെ കോളേജുകളുടെ സാഹചര്യം അനുസരിച്ച് വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയെല്ലാം നിങ്ങൾ കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങൾ കൊടുക്കുന്ന ഒരു സിൻസിയാരിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ടോപ്പിക്ക്, ഇതെല്ലാം നിങ്ങളുടെ റെസ്യൂമിയിലേക്ക് ആഡാവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്, ഒരു കമ്പനിയൊക്കെ വന്നിപ്പോൾ എടുക്കുമ്പോൾ സപ്ലി പോലും ഉള്ളവർക്ക് പോലും അവർ ചെയ്ത പ്രോജക്റ്റും അതിൽ നിന്ന് കിട്ടിയ ലേണിങ്സും വെച്ച് പലരും ഹയർ ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പല സ്റ്റാർട്ടപ്പ് കമ്പനികളും ആ രീതിയിൽ നോക്കുന്നുണ്ട്. സോ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആയിട്ട് കണക്കാക്കുക. മറ്റൊന്ന് പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്. അതായത് ഇത്രത്തോളം നമ്മൾ തിയറി പഠിച്ചാലും IS കോഡ് കലക്കി അയച്ചു കുടിച്ചാലും പിന്നീട് ബിടെക് കഴിഞ്ഞൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് 2 കാര്യങ്ങൾ പറയും. ഒന്ന്, എഞ്ചിനീയറിംഗ് എടുത്ത എല്ലാവരും ഏത് ബ്രാഞ്ചായാലും തീർച്ചയായിട്ടും എക്സൽ നന്നായിട്ട് ചെയ്യാൻ പഠിക്കുക. എക്സൽ ബേസിക് പഠിക്കുക, അത് കഴിഞ്ഞ് ചെയ്ത് പഠിക്കുക. പല കോഡിംഗ് മെത്തേഡുകളുണ്ട്, പല ഷോർട്ട് കട്ടുകളുണ്ട്. സോ എക്സലിൽ നിങ്ങൾ വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാക്കി മാറാൻ ഈ ഒരു 4 വർഷം അല്ലെങ്കിൽ 2 വർഷം എടുത്ത് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ PPT, പവർ പോയിന്റ് പ്രസന്റേഷനുകൾ, പവർ പോയിന്റ് ഉണ്ടാക്കാനും അത് പ്രസന്റ് ചെയ്യാനും കാപ്പബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ഇത് രണ്ടും, ഈ 2 സോഫ്റ്റ്വെയറുകളും ഇതിന്റെ യൂസേജും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇൻ കേസ് പ്ലേസ്മെന്റ് കിട്ടിയില്ല എങ്കിലും ബിടെക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീസന്റ് സാലറി കിട്ടുന്ന ഒരു ജോബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടി പറയുന്നു, PPTയും അതുപോലെ തന്നെ എക്സൽ ഷീറ്റുമാണ്. സോ ഇതാണ് ഒരു ഔട്ട്ലുക്ക് ആയിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും എത്രത്തോളം ദഹിച്ചു എന്ന് എനിക്കറിയില്ല. കാരണം ഫസ്റ്റ് ഇയർ ഒക്കെ കയറുമ്പോൾ രക്ഷപ്പെട്ടു, ഞാൻ ഈ കോളേജിൽ എത്തി, ഇപ്പോഴാണോ ഇതുമായിട്ട് വരുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അങ്ങോട്ടുള്ള ജേർണികൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് എവർ വീഡിയോ സീരീസ് ഫോർ എക്സ്ക്ലൂസീവ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എൻ്റെ ഫസ്റ്റ് അധ്യായം മാത്രമാണിത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ സപ്പോർട്ടുകൾ അത് ഉണ്ടാവും. വീഡിയോ രൂപത്തിൽ, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റുകൾ രൂപത്തിൽ, ഇൻസ്റ്റാഗ്രാമിൽ റീലിന്റെ രൂപത്തിൽ. സോ ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. സോ ഫോർ മോർ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക. തൽക്കാലം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ മടിക്കരുത്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർന്നു. ഇറ്റ്സ് മീ അഖിൽ സതീഷ്.